ബാലേന്ദ്രന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. വർഷം 23 കഴിഞ്ഞു. മാരേജിന് മുമ്പുണ്ടായ ഒരു അഫയർ. ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് അതിലൊരു മകളുണ്ടെന്ന്. നീയും അയാളും തമ്മിൽ എന്താ വ്യത്യാസം? നീ അയാളെക്കാൾ ബെറ്റർ ആണോ? അല്ല. നിങ്ങൾ മൂന്നുപേരെയും ബാലേന്ദ്രൻ പൊട്ടം കളിപ്പിച്ച് നിർത്തിയേക്കുക. അതറിയാമോ നിങ്ങൾക്ക്? അത് നിനക്കെങ്ങനെ അറിയാം? അവളെ കടപ്പാട്ടൂര് കൊണ്ടുവന്നപ്പോ മുതൽക്കുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ആലോചിച്ചു നോക്കി. ബാലേന്ദ്രൻ ഒരു സ്നേഹം ഇല്ലായിരുന്നു അവളുടെ അടുത്ത്. ഞാൻ അവളെ പറ്റി എന്ത് കുറ്റം പറഞ്ഞാലും മൂളി കേൾക്കും. അലീന മകളാണെങ്കിൽ ഒരച്ഛനെ സഹിക്കാൻ പറ്റാത്ത പോലെയൊക്കെ ഞാൻ അവളെ പറഞ്ഞിട്ടുണ്ട്. ബാലേന്ദ്രൻ മരം പോലെ കേട്ടോണ്ടിരുന്ന അല്ലാതെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ആദ്യമൊക്കെ അയാൾ സഹിച്ചു, ക്ഷമിച്ചു. ഗതി കേട്ടപ്പോഴാ അയാൾ പ്രതികരിച്ചു തുടങ്ങിയത്. അതൊക്കെ ഒരു പെണ്ണിന് മനസ്സിലാവും ഗംഗേട്ടാ. അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് പെണ്ണിന് ദൈവം ജന്മനാ കൊടുത്തിട്ട്. ബാലേന്ദ്രന്റെ മകളല്ലെങ്കിൽ പിന്നെ ആരാ അലീന? അതും കൂടി പറ. അച്ഛ എന്നാണ് അവള് വിളിക്കുന്നത്. അച്ഛനും മോളും പോലെ തന്നെയാ അവള് പെരുമാറുന്നത്. അതൊക്കെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമല്ലേ ഗംഗേട്ടാ. വേണമെന്ന് അച്ഛാ എങ്ങനെ അഭിനയിക്കാൻ മേലാതെ. അപ്പോ അങ്ങനെയാണ് നിന്റെ വിശ്വാസം? അവര് അച്ഛനും മോളും അല്ല? അല്ല. എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല. വരുന്ന എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കാം. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ എങ്ങോട്ട് പോണം, എങ്ങനെ ജീവിക്കണം, എല്ലാം. ഒരു കാര്യം ഗംഗേട്ടൻ ഉറപ്പിച്ചു. അലീന താമസിക്കുന്ന വീട്ടിലായിരിക്കില്ല വൈജയന്തിയുടെ താമസം. ഭർത്താവ് നഷ്ടപ്പെട്ടാലും ശരി, മക്കളെ നഷ്ടപ്പെട്ടാലും ശരി, എന്റെ ജീവൻ നഷ്ടാലും ശരി. ഓക്കെ, നന്നായി വരട്ടെ. ഞാൻ പോവാ. എപ്പോഴെങ്കിലും എന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയ ഒന്ന് വിളിച്ചേരെ. നിങ്ങളുടെ കാര്യം ചെയ്താൽ മതി. ഹോസ്പിറ്റലിലെ ബാക്ക് യാർഡിലേക്ക് വാ. അവിടെ ഒരു വാഗമരത്ത് അവിടെ പാർക്ക് ചെയ്താൽ മതി. ഓക്കെ, കണ്ടല്ലോ അല്ലേ? കണ്ടു. ബാലേന്ദ്രനെ പൊരിക്കുമെന്നാണോ അവള് പറഞ്ഞത്? അത് പുഴുങ്ങുന്നാണ്? അവളുടെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല ബാലേന്ദ്രൻ. ഇല്ലല്ലേ? എന്നാ പിന്നെ ഞാൻ എന്റെ സ്വഭാവം മാറ്റാം. അതാണ്ട് ഇങ്ങനെ കൈയും കൂപ്പി അവളുടെ മുന്നിൽ ചെന്ന് യാചിക്കാം. അല്ലയോ മഹാറാണി, അടിയൻ ചെയ്ത തെറ്റുകൾ പുറത്തു മാപ്പാക്കണം. മഹാറാണി തിരുമനസ്സുകൊണ്ടും തിരുശരീരം കൊണ്ടും ഇനിയും പരപുരുഷന്മാരെ പ്രാപിക്കുകയും ജാരസന്തതികളെ പ്രസവിക്കുകയും ചെയ്തോളൂ. അടിയൻ ഭർത്താവെന്ന ലേബലം വെച്ച് എല്ലാത്തിനുള്ള സൗകര്യം ചെയ്ത് തന്നോളാം. ബാലേന്ദ്ര, ഇത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലല്ല, UN അസംബ്ലി ആയാലും നിങ്ങളുടെ സഹോദരിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പറഞ്ഞു വരും. അതാണ് പ്രശ്നം. ബാലേന്ദ്ര, അവള് മാറി വരാൻ സമയമെടുക്കും. അവളുടെ ക്യാരക്ടർ അങ്ങനെ. അവളുടെ ക്യാരക്ടറൊക്കെ എനിക്ക് മനസ്സിലായി. അതേപറ്റി കൂടുതൽ പറയലേ കേട്ടാ. ബാലേന്ദ്ര, കുടുംബം, മക്കൾ, സൽപ്പേര്, മനസ്സമാധാനം, ബിസിനസ് ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ശരി, നിങ്ങളുടെ പെങ്ങടെ തൊലി ഞാൻ ഇടിക്കും ജീവനോടെ. ഞാൻ പോട്ടെ. ആയിക്കോട്ടെ, ഞാൻ ടാക്സി വിളിച്ച് നിർത്തി ഞാൻ കൂടെ ഒന്ന് കാട്ടിത്തരാം. വേണമെന്നില്ല, പറഞ്ഞാ മതി. പോരാ, ടാക്സിയിൽ ചെന്ന് കയറുന്നവരെ എനിക്ക് നിങ്ങളോട് ചില വർത്തമാനങ്ങൾ പറയാമല്ലോ. മറ്റേ മണ്ണുണ്ണികളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആരാ? നിങ്ങളുടെ ഹരിജമാരെ. തലക്ക് ഇത്തിരി വെളിവുള്ളത് കേട്ടോ. നീ പറയാനുള്ളതൊക്കെ പറഞ്ഞോ. കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഞാൻ പറഞ്ഞ വെളിവ്. ആ ബോധം. വാ, ടാക്സി ഞാൻ കാണിച്ചു. വൈറ്റ് എടുത്തില്ലായിരുന്നു. എടുത്തു. ചാറ്റിലുണ്ട്. തലവേദനയുണ്ടോ? ഇല്ല. വൊമിറ്റിംഗ് ടെൻഡൻസി എന്തെങ്കിലും? ഇല്ല. ശ്വാസതടസ്സം? ഇല്ല ഡോക്ടർ. ഗുഡ്. എല്ലാം നോർമൽ ആണല്ലോ. BP, ഓക്സിജൻ ലെവൽ, പൾസ്, പെയിനിങ്ങിനുണ്ട്. വേദനയുണ്ട് ഡോക്ടർ. പെയിൻ കില്ലർ ഒന്നും പോരാ. അതെല്ലാം ശരിയായിക്കോളും. അതൊത്ത് വെറിയിടാൻ കേട്ടോ. ഉറങ്ങുന്നുണ്ടോ നന്നായിട്ട്? രാത്രിയിലെ വേദന കൂടുതൽ. ചിലപ്പോ ഉറക്കം പോവും. നൈറ്റ് നമുക്ക് കോൺസെൻട്രേഷൻ കൂടും. നമ്മള് മാത്രമേ ഉള്ളൂ. അല്ലാതെ രാത്രി അവൻ കാത്തിരിക്കുന്ന വേദനകളൊന്നുമില്ല. കേറി ചെന്നോളൂ. അമ്മയെ കാണാൻ വന്നതല്ലേ? അതെ, പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഡോക്ടർ ചെക്കപ്പിന് വന്ന് പോയതേ ഉള്ളൂ. അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെ കിടക്കണം കുറെ നാള്. പെയിനൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, അമ്മയെ കാണാൻ തോന്നി. ഞാനിങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എന്നാ കിട്ടാനാ? ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാനുള്ളതിന്. അമ്മ ഇല്ലാത്ത കാരണം ഒന്നിനൊരു ഉത്സാഹം തോന്നുന്നില്ല. കൊല്ലപ്പള്ളിയിലെ താമസം കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അങ്കിളൊക്കെ ഇപ്പൊ പറയുന്നു ഞങ്ങള് കടപ്പാട്ടൂരോട് തിരിച്ചു പോണോന്നാ. എന്നതാ കാര്യം? കൊല്ലപ്പള്ളിയിൽ എത്ര കാലം താമസിക്കണോന്ന ചോദ്യം. സ്ഥിരമായിട്ട് താമസിക്കാനും പറ്റില്ലെന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് ആര് താമസിക്കുന്നു? ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നവരെ മാത്രം പിടിച്ചെന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അലീനയുടെ ഭരണം നടക്കുന്ന വീട്ടിലോട്ട് ഞാൻ പോവത്തില്ല. ഇപ്പൊ അച്ഛനും അങ്കിളുമാരായിട്ടുള്ള വഴക്ക് തീർന്നു. അവരിപ്പോ അച്ഛന്റെ കൂടെ ചേർന്ന് നമുക്ക് എതിരായിട്ട് നിൽക്കുക. എനിക്ക് തോന്നി ഗംഗേട്ടൻ ഇവിടെ വന്ന് എന്നെ ഉപദേശിച്ചപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. അവർക്കെല്ലാം സെറ്റിലാക്കി തിരിച്ചു പോണം. അത്രേ ഉള്ളൂ. അമ്മ വിട്ടുകൊടുക്കാതിരുന്നാ മതി. എന്നാ നീ ഇനി ഇവിടെ നിൽക്കണ്ട. ആശുപത്രിയാ. വല്ല പനിയോ മറ്റോ പിടിക്കാതെ പോവാൻ നോക്ക്. എന്നാ ഞാൻ പോവാണേ. ആയിക്കോട്ടെ. ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു? കണ്ടിട്ട് അത്ര വെയിറ്റ് തോന്നുന്നില്ലല്ലോ. അയ്യടാ, ചളി പറയല്ലേ. നാണമില്ലല്ലോ. കേറ്. എവിടെ പോവാനാ? കഴിഞ്ഞ തവണ പോയത് മറന്നുപോയാ? എന്നതാ ഉദ്ദേശം? പറയാം. ഞാൻ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ് പോന്നതാ. ഇതല്ലേ സേഫ്. എന്നെ കാണാനെന്ന് പറഞ്ഞാ വീട്ടുകാർ സമ്മതിക്കും. അമ്മല്ലെല്ലാം നിസ്സാര. അമ്മയെ കണ്ടല്ലോ. കണ്ടു. അനുഗ്രഹം വാങ്ങിയല്ലോ. ഒറ്റ മാന്ത വെച്ചാൽ ഞാൻ പ്രേമിക്കാൻ ഇറങ്ങുന്നതിനാണ് അമ്മയുടെ അനുഗ്രഹം. പ്രേമം സക്സസ് ആവാൻ വേണ്ടിയാ. എന്നെ എപ്പോ കൊണ്ടേ തിരികെ വിടും? നാളെ രാവിലെ. ശരിയടി. എടാ, ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോ 3-3.5 മണിക്കൂറായി. അവിടുന്ന് ഇവിടെ എത്താൻ ബസ് കയറി വന്നാൽ പോലും 1 മണിക്കൂർ മതി. വെറുതെ ചോദിക്കാം. കടപ്പാട്ടൂര് ചെന്നിട്ടില്ല. അത് ഞാൻ കൃഷ്ണനെ വിളിച്ച് ഉറപ്പാക്കി. എനിക്ക് അവനെ സംശയം. ആ ഗഞ്ചറ്റ് മുടിയൻ. എനിക്ക് ആളെ മനസ്സിലായി. അവൻ അസൽ ഫ്രോഡാണ് കേട്ടോ. അവന്റെ തലയുണ്ടല്ലോ ഒരു തിക് ഫോറസ്റ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. സകല വന്യമൃഗങ്ങളും വിഷജന്തുക്കളും അതിന്റെ അകത്തോട്ട്. എന്നതാ അവന്റെ പേര്? ആ മലേരി കേട്ടാത്തൊന്നും ഏതോ നിഷ്കളങ്കൻ പഞ്ചഭാവാണ്. ഉടായിട്ടിന്റെ ഉസ്താദ്. അവള് വരുന്നുണ്ട്. നമുക്ക് കാണാത്ത പോലെ വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്യോ അല്ലേടാ? ഏയ്, അതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. നീ എവിടെ ഇരുന്നടി? ഞാൻ ഹോസ്പിറ്റലിൽ പോയി. പറഞ്ഞിട്ടാണല്ലോ പോയത്. നീ എപ്പോ പോയതാ? എവിടെയായിരുന്നു ഇത്ര നേരം? ഹോസ്പിറ്റലില് അമ്മയുടെ അടുത്ത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 മണിക്കൂറായി. 4 മണിക്കൂറോ? ആര് പറഞ്ഞു? സത്യം പറഞ്ഞോ?
നീ എവിടെയായിരുന്നു? ഞാനൊരു ഫ്രണ്ട് അടുത്ത് പോയതാ. ബോയ് ഫ്രണ്ട് ആണോ? അല്ല, എന്റെ ക്ലാസ്മേറ്റാ, സോന സുഭാഷ്. അവളുടെ ഫോൺ നമ്പർ പറ. ഹരിയേട്ടനെ ഞാൻ തരത്തില്ല. അതിനടി ഹരിയേട്ടൻ ആള് ശരിയല്ല, അതുകൊണ്ടാ. എന്നാ എനിക്ക് തന്നെ പറ. നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിളിച്ചു ചോദിക്കാൻ വേണ്ടിട്ടാ. ഞാൻ പറയുന്നത് അങ്ങ് വിശ്വസിച്ചാ മതി. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വരണ്ട. നിങ്ങൾ എവിടെയെല്ലാം പോകുന്നു? ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ? തോന്നുമ്പോ അല്ലേ തിരിച്ചു വരുന്നത്? എടി ഞങ്ങൾ ആണുങ്ങളാ, അതുപോലെയല്ല നീ ഒരു പെണ്ണാ. എനിക്കറിയാം ഞാൻ പെണ്ണാണെന്ന്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ യോഗ്യതയുള്ള 2 മാന്യമാര് റേപ്പിസ്റ്റുകൾ. എടി നമുക്ക് അവളുടെ കള്ളത്തരം പൊളിക്കണം. നീ ധൈര്യമായിട്ട് 4 പൊട്ടിക്കാൻ വേണം. റാസ്കൽ. എടി വരാൻ പറഞ്ഞിട്ട് വരുവാ. എന്നെ ഇത്ര അർജന്റ്? ഒന്ന് വാ. എന്തിനാ എന്നെ വിളിച്ചേ? നിന്നോടൊരു മാറ്റർ പറയാൻ വേണ്ടിയാ. ഞാൻ റൂമിലുണ്ടല്ലോ, എന്തിനാ ഫോണിൽ വിളിച്ചു വരാൻ പറയുന്നത്? എടി അവൾ അവിടെ ഇല്ലേ ബബിത, അവള് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ. അവള് കേട്ടാലെന്താ? എടി അവക്കൊരു ചുറ്റിക്കളിയുണ്ട്, ഒരു പ്രേമം. അതിപ്പോ ആർക്കില്ലാത്ത? ഇയാൾക്കില്ലേ? അത് എന്റത് ഞാൻ മാനേജ് ചെയ്തോ. എന്നാല് എന്റത് ഞാൻ മാനേജ് ചെയ്തോളാം. നിന്റേതോ? നിനക്കുണ്ടോ ലൈൻ? ഉണ്ട്. എന്നാ കുഴപ്പം? മനസ്സിലിരിക്കത്തേ ഉള്ളൂ, എവിടെയെങ്കിലും വെച്ച് ഞാൻ കാണണം. ചവിട്ടി കൂട്ടി രണ്ടിന്. ഹരിയേട്ടാ കാര്യം പറ. അവളുടെ പ്രേമത്തിനൊരു ലക്ഷണക്കേടും. അവൾ പ്രേമിക്കുന്ന പയ്യൻ ഇത്തിരി പെശക. അവൻ അവളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ഹരിയേട്ടനെ പോലെ വല്ല തല്ലിപ്പൊളി തരികിടെ പാർട്ടി വരും. ഒരൊറ്റ ഇടി വെച്ചെന്നാളുണ്ടല്ലോ നിന്റെ മൂക്കാമുണ്ടാക്കി. പിന്നെ നീ എഴുന്നേക്കണെങ്കിലേ എന്നോട് ചോദിക്കണം. അയ്യടാ ഭീഷണി. എടി അതല്ലടി. എടി അവനെ പിടിച്ച് 2 കൊടുത്ത് ബാൻ ചെയ്തില്ലെങ്കിൽ അവളുടെ ഭാവി നശിച്ചു. പരമപരിശുദ്ധനായ ഒരാങ്ങള. ഏതോ ഒരു കൂട്ടുകാരന്റെ ഇരട്ട പേര് ഞാൻ കണ്ടു വാട്സപ്പില്. കോഴിക്കൊല്ലപ്പള്ളി. നിന്നോട് ആര് പറഞ്ഞു എന്റെ ഫോൺ എടുത്ത് നോക്കാൻ? ഞാൻ ഇയാളുടെ വാട്സപ്പ് ഒന്നും നോക്കൊന്നുമില്ല. ഇയാള് സോഫയിൽ ചാരിക്കിടന്ന് വാട്സപ്പ് നോക്കിയപ്പോ ഞാൻ പുറകെ വന്ന് നിന്നേ ഉള്ളൂ. താങ്കൾ വാട്സപ്പിൽ മുഴുകിയിരുന്നോണ്ട് എന്നെ കണ്ടില്ല. അതെന്റെ കുറ്റമല്ല. അപ്പോ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവനുമായിട്ട് അവളുടെ അടുത്ത മീറ്റിംഗ് എന്നാണെന്ന് എവിടെ വെച്ചാണ് ഒന്ന് ചോദിച്ചു മനസ്സിലാകണം. എന്നിട്ട് എന്തിനാ? മര്യാദയ്ക്ക് പ്രേമിച്ചോട്ടെ, പക്ഷെ ഒരുപാട് ചുറ്റികളി വേണ്ട. എത്രയും പെട്ടെന്ന് ഒരു ആൻസർ എനിക്ക് കിട്ടും. ആ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീ നോക്കിയാ സാധിക്കൂടി. ആ നോക്കാന്ന്. അതെ, എന്റെ നെറ്റ് തീർന്നു. ഒന്ന് റീചാർജ് ചെയ്യണം. എടി നിന്റെ ഫോണിലെ നെറ്റ് എല്ലാ ദിവസവും തീരൂ. തീർന്നു. റീചാർജ് ചെയ്ത് തരാൻ പറ്റുമോ? ശരി. ഇതെന്തുവാടി, നീ ഫോണിൽ തന്നെയാണല്ലോ. ആരോടാ ചാറ്റിങ്? അതൊക്കെയുണ്ട്. ക്ലാസ്മേറ്റ് ആണോ? അല്ല ബെസ്റ്റിയാ? നോ പറയടി. നിനക്കുണ്ടോ ആരെങ്കിലും? എനിക്കുണ്ട് ഒരു കൊരങ്ങൻ. അതെന്നാടി? ഹൈപ്പർ ആക്റ്റീവാ. ചിലപ്പോ എടുത്ത് കെഞ്ചിലിടാൻ തോന്നും. സൂര്യൻ തരത്തില്ലെന്ന്. ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. വഴക്കിടാനാണെങ്കിലും ആരെങ്കിലൊക്കെ വേണ്ടേ? അതുകൊണ്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുന്നു. നിന്റെ അക്ഷര അമൽ തേനീച്ച് അടങ്ങിയിരിക്കുന്ന പോലെ മുടിയുള്ളതാ. കോളേജ് സ്റ്റുഡന്റ് ആണോ? അല്ലെന്നേ, ഫ്രൂട്ട് സ്റ്റാളാ. അവന് ജോലിയൊന്നും ആയിട്ടില്ല. ആളെങ്ങനെയാ? സിമ്പിൾ ആണോ? കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയോ കഴിവുകളുണ്ട്. ആർക്കിടെക്റ്റാ. ഈ വീടുകളുടെയൊക്കെ പ്ലാൻ വരയ്ക്കുന്ന. ജോലിയില്ലാത്തവരെ കയറി പ്രേമിക്കരുത്. ജോലിയില്ലാത്തവനെ കല്യാണം കഴിക്കാതിരുന്ന പോലെ. 2 മുടി ഒരു വെള്ളത്തിൽ പോകണ്ട. അതല്ലേ നല്ലത്. ജോലിയും പ്രേമവും അതൊക്കെ നോക്കി ഒരാൾ ഇഷ്ടപ്പെടാൻ പറ്റൂടി. ഫസ്റ്റ് സൈറ്റില് നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. അവനാണെങ്കിൽ എന്തൊക്കെയോ സംഭവം ഭാവിക്കുകയും ചെയ്യും. നീ അഡിക്റ്റ് ആയോ? അഡിക്ഷൻ ഒന്നുമില്ല. ഇല്ലേ? അവൻ പറ്റിച്ചിട്ട് പോയാലോ? നോ പ്രോബ്ലം. കൊല്ലും ഞാൻ അവനെ. അപ്പൊ അഡിക്ഷൻ തന്നെ. ഞാനേ ഉണ്ടാവത്തുള്ളൂ അവസാനം വരെ. നിന്നെ കാണുകയും വേണ്ട, നീ എന്റെ അടുത്ത് നിൽക്കുകയും വേണ്ട. ഇങ്ങനൊന്നും പറയില്ലേ, എന്റെ അമ്മയല്ലേ. ആരോടി നിന്റെ അമ്മ? ആ വാക്ക് നീ മിണ്ടിപ്പോ. പ്ലീസ് അറിയാട്ടാ, ആരോട് പറയില്ലേ പ്ലീസ്.